തിരുവനന്തപുരത്ത് ബുൾഡോസർ രാജ്. യോഗി ആദിത്യനാഥ് തിരുവനന്തപുരത്ത് വരുന്നു എന്നാണ് കേൾക്കുന്നത് ഇതിന് ഉപദേശം കൊടുക്കാൻ. കാരണം രാജേഷ് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങളിൽ ആരുടെയെല്ലാം ഉപദേശം കിട്ടുമോ അവർ ഉപദേശം എടുക്കും. അൽഫോൺസ് കണ്ണന്താനം ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന ആളാണ്. പണ്ട് അദ്ദേഹം ഡൽഹി മെട്രോപൊളിറ്റൻ സിറ്റി ആയിരുന്ന സമയത്ത് ഡൽഹി കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷന്റെ സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു. ഡൽഹി മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം അവിടെ എച്ച് കെ എൽ ഭഗത്തിന്റെ, കോൺഗ്രസിന്റെ മുടിചൂടാമന്നനായ എച്ച് കെ എൽ ഭഗത്തിന്റെ ബഹുനില മന്ദിരം ഉൾപ്പെടെ ഇടിച്ച് നിരത്തി, വെള്ളിയാഴ്ചയോ ശനി ഞായറുമായിട്ടൊക്കെ ഇടിച്ച് നിരത്തി, കോടതി പോലും പോകാൻ പറ്റാത്ത അവസരം കൊടുത്തുകൊണ്ട് ഇടിച്ച് നിരത്തി കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ അനുവാദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൗനാനുവാദം ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം, അവർക്ക് അറിയാമായിരുന്നു ഇത് ഇടിക്കുമെന്ന്. എന്തായാലും അവിടെ ഇടിച്ച് നിരത്തി ഡൽഹിക്ക് ഇന്നൊരു പുതിയ മുഖം കൊടുത്ത അൽഫോൺസ് കണ്ണന്താനത്തിനെ തിരുവനന്തപുരത്ത് മേയർ തിരക്കി എന്ന് പറയുന്നു, ഇവിടെ എത്തുമെന്ന് പറയുന്നു, യോഗി ആദിത്യനാഥ് എത്തുമെന്ന് പറയുന്നു. ഇവരെല്ലാം വരുന്നത് ബുൾഡോസർ രാജ് മറ്റൊന്നുമല്ല, അനധികൃത കെട്ടിടങ്ങളെല്ലാം ഒന്നുകിൽ ഇടിച്ചു കളയും, അല്ലെങ്കിൽ അത് ക്രമപ്പെടുത്തും. അതിന്റെ വാടക വളരെ കൃത്യമായി തരണം. 40 വർഷം മുമ്പ് 250 രൂപയ്ക്ക് അപ്പൂപ്പന് കൊടുത്ത കെട്ടിടം തലമുറ കൈമാറി ഇങ്ങോട്ട് വരുന്നു. 5 പൈസയും കോർപ്പറേഷന് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പാർട്ടി ഓഫീസുകൾ പലരുടെയും, അത് ഒരു പാർട്ടിയുടെ എന്നല്ല, പല പാർട്ടി ഓഫീസുകൾ, യൂണിയൻ ഓഫീസുകൾ പലതും ഇങ്ങനെ ഒരു പൈസയും കൊടുക്കാതെ തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് കയറിയിരിപ്പുണ്ട്. ആ മുഴുവൻ കെട്ടിടങ്ങളുടെയും തെളിവെടുക്കാനാണ് വി രാജേഷ് തീരുമാനിച്ചിരിക്കുന്നത്. പണ്ട് വി ശിവൻകുട്ടി ഇതുപോലെ വന്ന് കോവളത്തെ ഒരു കൊട്ടാരം ലീല ഗ്രൂപ്പിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദവും തർക്കവും ഒക്കെ അന്ന് നടന്നു. പക്ഷേ ശിവൻകുട്ടി അതിൽ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞതുപോലെ വി രാജേഷ് ശിവൻകുട്ടിക്ക് പഠിക്കുകയാണ്, കണ്ണന്താനത്തിന് പഠിക്കുകയാണ്, യോഗി ആദിത്യനാഥിന് പഠിക്കുകയാണ്. വളരെ ഗൗരവതരമായ ബുൾഡോസർ രാജ് തിരുവനന്തപുരത്ത് വരുന്നു. അപ്പോൾ രാജേഷിനോട് പറയാനുള്ളത്, ഈ കെട്ടിടങ്ങൾ നിങ്ങൾ ക്രമപ്പെടുത്തി അതിന്റെ നമ്പറൊക്കെ റെഡിയാക്കി നിങ്ങൾ അർഹമായ വാടകയൊക്കെ വാങ്ങുന്നതോടൊപ്പം തന്നെ പഴയ വാഹനങ്ങൾ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരുപാട് ഓഫീസുകളിൽ പഴയ വാഹനങ്ങൾ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് വികാസ് ഭവനിൽ കിടപ്പുണ്ട്, പബ്ലിക് ഓഫീസിൽ കിടപ്പുണ്ട്, മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഈ കിടക്കുന്ന കോംപ്ലക്സിൽ കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഒന്നുകിൽ അത് ഏത് ഡിപ്പാർട്ട്മെന്റിനാണെന്ന് കണ്ടുപിടിച്ച് അത് ഓപ്ഷൻ ചെയ്യാൻ നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിങ്ങളുടെ വാഹനം കിടക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒന്നുകിൽ ഓപ്ഷൻ ചെയ്യുക, ലേലത്തിൽ വിടുക, അല്ലെങ്കിൽ നിങ്ങൾ അത് നന്നാക്കി എടുക്കുക. അതൊരു പ്രശ്നം. പിന്നെ ഒരുപാട് ആളുകൾ തെരുവോര കച്ചവടം നടത്തുന്നുണ്ട്. അവർക്ക് വായ്പ കൊടുക്കുന്ന പരിപാടിയുണ്ട്. 50,000 രൂപ വരെ വായ്പ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്കീമുണ്ട്, അത് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ അതിലുപരിയായിട്ട് അവർക്കൊരു പ്രോപ്പറായ സ്പേസ്, ഒരു ഒറ്റ പാറ്റേണിൽ, ഒരു നിറം, ഒരു പാറ്റേൺ, ഒരു ഡിസൈനിൽ, തിരുവനന്തപുരത്ത് എവിടെ ചെന്നാലും ഒരേ ഡിസൈനിൽ 101 വാർഡിലും അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു മഹത്തായ പാക്കേജ്. പ്രത്യേകിച്ച് ക്രിസ്തീയ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളൊക്കെ, വളരെ പ്രായമുള്ളവരൊക്കെയാണ് വന്ന് വഴിയോരത്തൊക്കെ ഇരുന്ന് ഒരു സ്ഥലവും സൗകര്യവും ഇല്ലാതെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവരെ പോലെയുള്ള ആളുകളെ വർഷങ്ങളായി അവർ ഇരിക്കുകയും ചെയ്യാണ്. അവരെ ജീവിതമാർഗം മുടക്കാത്ത രീതിയിൽ അവരെ കൂടി സഹായിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ എങ്ങനെ കോർപ്പറേഷന് ചെയ്യാമെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ബുൾഡോസർ രാജിൽ വരട്ടെ. 1, അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തണം, യാതൊരു തർക്കവുമില്ല. പിന്നെ പാളയത്ത് മാർക്കറ്റിന്റെ പണി നടക്കുകയാണ്, അത് അടിയന്തരമായി രാജേഷ് അവർ നിർത്തിവെപ്പിക്കണം. എന്നിട്ട് അതിന് സെല്ലാറിൽ ഡൽഹിയിൽ പ്രകൃതി മൈതാനിലൊക്കെ ചെയ്ത് വെക്കുന്ന പോലെ സെല്ലാറിൽ കുറെ കെട്ടിടങ്ങൾ തീർത്ത്, അത് സ്ഥലപരിമിതിയുള്ള തലസ്ഥാനമായതുകൊണ്ട് സെല്ലാറിൽ 1 or 2 നില താഴേക്ക് പോയി അവിടെ കടകളും കോംപ്ലക്സുകളൊക്കെ ചെയ്യുന്ന രീതിയിലാക്കി, മുകൾ ഭാഗം മറ്റൊരു രീതിയിൽ പാർക്കോ മറ്റോ എന്തോ ആക്കുന്ന രീതിയിലേക്ക് ആക്കിയാൽ മനോഹരമായിരിക്കും. ഇനി അല്ല, മുകളിലേക്ക് ബിൽഡിംഗ് വെക്കണം എന്നുള്ളതാണ് പരിപാടിയെങ്കിൽ അത് നടക്കട്ടെ. എന്തായാലും കാര്യങ്ങൾ കുറെ കൂടി ഭംഗിയായി വരട്ടെ. ഒരു എവർഗ്രീൻ സിറ്റി ഉണ്ടാകട്ടെ. കോസ്മോപൊളിറ്റൻ സിറ്റിയായി തിരുവനന്തപുരം മാറട്ടെ.